ശ്രീമതി ഹണി ഭാസ്കർ വന്നിട്ട് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ശ്രീമതി ഹണി ഭാസ്കർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൽ തന്നെ പറയുന്നു അവരോട് ഞാൻ നന്നായിട്ടാണ് സംസാരിച്ചത്. പക്ഷേ സംസാരത്തിനിടയിൽ എവിടെയൊക്കെ കോഴിക്കാട്ട് അവർക്ക് മണത്തു. ആ കൺവെർസേഷൻ ഹാഷ്മിക്ക് പരിശോധിക്കാം. എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കൺവെർസേഷൻ പരിശോധിക്കണം എന്നല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കത് നോക്കാം. ഞാൻ പറയട്ടെ, ഞാനൊരു പരാതിയല്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹണി ഭാസ്കറിൻ്റെ ആരോപണത്തിന് മുഴുവൻ പ്രൈം ടൈം കൊടുത്തു. സത്യത്തിൽ എന്താ ഹണി ഭാസ്കറിൻ്റെ ആരോപണം? നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളെന്നോ കൊതി നുണയെന്നൊക്കെ പറയുന്ന സംഭവമല്ലേ ഹണി ഭാസ്കറിന്റെ? അല്ല ഞാൻ പറയട്ടെ, ഹണി ഭാസ്കറിന്റെ ആകെയുള്ള ആരോപണം അല്ല ശ്രീമതി ഹണി ഭാസ്കറിന്റെ. ഞാൻ പറയട്ടെ, ഒന്നൊന്നായിട്ട് പറയുകയാണ്, എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ഞാൻ അങ്ങോട്ട് സംസാരിച്ചത്, അങ്ങോട്ട് തന്നെയാണ് സംസാരിച്ചത്. എല്ലാ സംഭാഷണങ്ങളും ഒരാൾ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ വന്ന് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ തെറ്റാണെന്ന് ശ്രീ ഹാഷ്മി പറയേണ്ടി വരും. അങ്ങനൊരു വിലയിരുത്തലില്ലല്ലോ. അപ്പം ഹണി ഭാസ്കറിൻ്റെ ആരോപണം ഇങ്ങനെ പറഞ്ഞു എന്നാ എൻ്റെ സൗഹൃദ സദസ്സിൽ ഞാനിങ്ങനെ പിന്നെ ആരോടെങ്കിലും സംസാരിച്ചു എന്നുള്ളത് അതെന്തിനാ പറയുന്ന നടക്കുന്നതിന്? അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്നെ ഈ പരാതി പറഞ്ഞ ആളുകളിൽ ഏറ്റവും ഞെട്ടിച്ച ആളുകളിൽ ഒരാൾ ഷഹനാസാണ്. ഷഹനാസിൻ്റെ ഇവരെയൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് ഞാൻ ധരിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഷഹനാസ് പറയുന്നത് കർഷക സമരത്തിൻ്റെ സമയത്ത് ഞാൻ ഷഹനാസിനോട് മിസ്ബിഹേവ് ചെയ്തു, ഡൽഹിയിലേക്ക് ക്ഷണിച്ചു. ഷഹനാസ് ചുട്ട മറുപടിയും പറഞ്ഞു എന്നാണ് ഷഹനാസിൻ്റെ ആരോപണം. ഷഹനാസ് ആ മറുപടി പറഞ്ഞതൊന്ന് പുറം ലോകത്തേക്ക് വിടട്ടെ. ഇപ്പം ഞാൻ വിടുമ്പോഴല്ലേ ഉള്ളൂ ഇപ്പം അങ്ങ് അടക്കമുള്ള ആളുകൾ വെല്ലുവിളിയാണെന്ന് പറയുന്നത്. എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ. ഞാൻ തയ്യാറാണെന്നേ. അതിൽ കൂടുതൽ ഞാൻ എങ്ങനെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഇപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയുന്ന റിസർവേഷൻസ് ഉണ്ട്. കേസില്ലാതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഞാൻ ചോദിക്കുന്നു. ഇപ്പം ഞാനൊന്ന് പറയാം. ഞാൻ അതിലേക്കാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചാറ്റ് പുറത്തു വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും, ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയും ഞാൻ ഭീഷണിപ്പെടുത്തുന്നതാണ്. വേണ്ട, ഷഹനാസ് തന്നെ കാണിക്കട്ടെ. ഇനിയും താങ്കളുടെ ചോദ്യം, താങ്കൾ എന്താ പറഞ്ഞത്? ഷാഫി പറമ്പിലിനോട് എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഷാഫി പറമ്പിലും ശ്രീമതി ഷഹനാസും പറയേണ്ടുന്ന കാര്യമാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആശംസ നേർന്നിട്ടുള്ള ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവരെ പറ്റി ഒരു റോങ് ഇൻറ്റൻഷൻ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന മൊത്തം എന്താ കേൾക്കാത്ത? ഷഹനാസ് എന്നെ ദുബായിലേക്ക് വിളിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ്. എൻ്റെ ചോദ്യം, 2020 മറ്റോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത്? കർഷക സമരം ആ സമയത്താണല്ലോ. ആ ആളെ 2024 എന്തിനാ മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ, ഈ വിഷയങ്ങളുണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം, ഡിഫേമേഷന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാളാ. എപ്പോഴാണ്? ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം. ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. തെളിവുണ്ട്. ആ മിസ്ബിഹേവ് ചെയ്ത ആളെ ഈ 5 വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട്, എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നൊരു ആളെ ഞാൻ 5 വർഷക്കാലം സുഹൃത്തായിട്ട് വെക്കില്ല. ഷഹനാസും വെക്കുന്ന ആളല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.